ഇന്ന് നമുക്ക് രാവിലെ ചായ ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുറച്ച് നാളായിട്ട് നമ്മൾ ചായ കുടി കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്ന് വിചാരിച്ചേക്കുന്നു. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചായ ഇട്ട് കുടിക്കും. ചായ ഇടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം വരുമ്പോൾ ചില ദിവസം ചായ ഇടും. അങ്ങനെ രാവിലെ തന്നെ ചായ കുറേ ദിവസത്തിന് ശേഷം രാവിലെ ചായ കുടിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അങ്ങനെ പതുക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞതേ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കിഴങ്ങ് കറിയാണ് കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് കുറേ നാള്. അപ്പം ഇന്നലെ നമുക്ക് ഇടിയപ്പത്തിന്റെ നല്ല അടിപൊളി ഒരു കവർ പൊടി കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. പക്ഷെ സത്യം പറയാലോ നല്ല പൊടിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ഇടിയപ്പം ആയിരുന്നു. പ്രസ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഭയങ്കര നേരത്തെയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കൈക്ക് ലാസ്റ്റ് വേദന എടുക്കും. പക്ഷെ ഇതങ്ങനൊന്നുമില്ല. നല്ല മാവായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പത്തിന്റെ മാവ് ചൂടുവെള്ളത്തിലെല്ലാം കുഴച്ച് സെറ്റാക്കി അവിടെ വെച്ചിട്ട് പിന്നെ കിഴങ്ങ് കറിക്ക് വേണ്ടി ഞാൻ അരിയാണ് കേട്ടോ. ആദ്യം ചൂടുവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ തവി കൊണ്ടാണ് ഇളക്കുന്നത്. കാരണം നല്ല ചൂടാണല്ലോ. പിന്നെ ഒന്ന് ആറിക്കഴിയുമ്പം ജസ്റ്റ് മാവായിട്ട് കുഴച്ച് സെറ്റാക്കി വെക്കും. ആ സമയം കൊണ്ട് ഞാൻ കിഴങ്ങ് കറി എല്ലാം അരിഞ്ഞു. അതും സെറ്റാക്കി വെച്ചു. പിന്നെ അപ്പുറത്ത് നമുക്ക് ചോറിനുള്ള വെള്ളവും വെച്ചു. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ടാണ് ഇന്ന് കുളിക്കാൻ പോയത്. ഇന്ന് കുറച്ച് മടി പിടിച്ചു പോയി. സാധാരണ രാവിലെ എണീറ്റാൽ ഉടനെ കുളിക്കും കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് താമസിച്ചു. അപ്പോൾ നമ്മുടെ കൃതിയക്കുട്ടി ഉണർന്ന് വന്ന് മുഖമൊക്കെ കഴുകിയിട്ട് കട്ടൻ ചായ കുടിക്കുകയാണ്. ഈ കാറ്, പെൻസില്, ക്ലിപ്പ്, പെൻ, പിന്നെ ദാണ്ട് ഈ പീനട്ട് ബട്ടറിന്റെ ഒരു ടിന്നായിരുന്നു കേട്ടോ. അതിൽ പുള്ളിക്കാരിയുടെ കർച്ചീഫും കുറേ ക്ലിപ്പും ഇതൊക്കെ കൊണ്ടാണ് രാത്രിയിൽ ഉറങ്ങുന്നത്. അപ്പോൾ സാധാരണ എണ്ണീറ്റ് വരുമ്പോഴും ഈ സാധനങ്ങളെല്ലാം ഓർത്ത് വെച്ചിട്ട് ഇതും കൊണ്ടാണ് എണ്ണീറ്റ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം മിസ്സായാൽ അന്നത്തെ ദിവസം പിന്നെ ഒന്നും പറയാനില്ല. നല്ല ബഹളമായിരിക്കും. അപ്പം എണ്ണീറ്റ് ഉടനെ തന്നെ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഉണ്ടോയെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ അവശ്യ നിലയിൽ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക് ഇത് രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് സെറ്റായി അച്ഛൻ്റെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൗമുദി ചാനലിൽ സ്നേക്കിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് സ്നേക്ക് മാസ്റ്റർ വാവ സുരേഷ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ആണ് പുള്ളി കാണുന്നത് കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് മോര്, കക്കാറച്ചി, പാറുവിന്റെ അച്ചാറ്, പിന്നെന്താണ് ചൂരക്കറി, ഇത്രയുമാണ്. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ നമ്മൾ സംഭവം സത്യം പറയലോ പടം ഒരു രക്ഷയില്ല, കിളി പാറി. നല്ല മൂവിയായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ പതുക്കെ ഇരുന്ന് താഴെ ഇരുന്നാണ് കേട്ടോ ഉണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്.